പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL മത്സരങ്ങൾ നമുക്കിപ്പോൾ ലൈവായി ടിവിയിൽ കാണാൻ സാധിക്കുക സ്പോർട്സ് 18-3-യിലൂടെയും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് പ്ലസിലൂടെയുമായിരുന്നു. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ മാത്രം ന്യൂസ് 18 കേരളവും സംപ്രേഷണം ചെയ്തിരുന്നു. എന്നാൽ ഈ 3 ചാനലുകൾക്ക് പുറമെ ഇപ്പോൾ ഒരു ചാനൽ കൂടി ISLന്റെ സംപ്രേഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മുടെ ചാനൽ ഇനി 9K എത്താനായി ഇനി വെറും 49 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കിടക്കാം. എന്തായാലും ഇപ്പോൾ ISLന്റെ സംപ്രേഷണം മറ്റൊരു ചാനൽ കൂടി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നു. മുൻപ് ISL സംപ്രേഷണം ചെയ്തിരുന്ന സ്റ്റാർ സ്പോർട്സ് 3 ആണ് ഇപ്പോൾ ISLന്റെ സംപ്രേഷണം വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നതെന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി സ്റ്റാർ സ്പോർട്സ് 3യിൽ കൂടിയും നമുക്ക് ISLന്റെ ലൈവ് മാച്ചസ് കാണാനായിട്ട് സാധിക്കും. കൂടാതെ അതിൽ മലയാളം കമൻട്രിയും ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ISLന്റെ ലൈവ് നമുക്കിനി സ്റ്റാർ സ്പോർട്സ് 3യിലും നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ISL ടിവിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചാനലുകളുടെ എണ്ണം ഇപ്പോൾ ഏകദേശം 4 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റാർ സ്പോർട്സ് 3, അതുപോലെ തന്നെ സ്പോർട്സ് 18-3, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് പ്ലസ്, ന്യൂസ് 18 കേരളം എന്നീ ചാനലുകളാണ്. ഇനി മൊബൈലിലേക്ക് എത്തുമ്പോൾ നമുക്ക് ജിയോ സിനിമയിലൂടെയും മത്സരങ്ങൾ വീക്ഷിക്കാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്.